ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെയധികം അത്ഭുതകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു ചരിത്രപരമായ ഒരു സംഭവം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് അന്തി ഉറങ്ങുന്ന മദീന പള്ളിയിൽ വെച്ചുണ്ടായ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തെ മോഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രണ്ട് കള്ളന്മാരെക്കുറിച്ചുള്ള സംഭവബഹുലമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചരിത്രം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു പോകാം. നോക്കൂ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിരുദ്ധർ കാണിക്കുന്നത് പോലെയായിരുന്നില്ല. അതിനേക്കാൾ വലിയ കടുത്ത രീതിയിലും മോശമായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക വിരുദ്ധർ നബിതങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ആ പീഡനങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരിൽ നിന്നും മാത്രമായിരുന്നില്ല, സ്വന്തം കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് പോലും നബിതങ്ങൾക്ക് ആ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈമാൻ എന്ന് പറയുന്ന ആ വലിയ ആയുധം മനസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ആരെയും ഭയക്കാതെ നിർഭയത്വത്തോടുകൂടി ഇസ്ലാമിക പ്രബോധനം കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷവും ആ ഇസ്ലാമിക വിരുദ്ധരുടെ കലി തീർന്നില്ല. അതിനുശേഷം നബിതങ്ങളുടെ തിരുശരീരത്തെ മോഷ്ടിക്കാനുള്ള ശ്രമവും ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി നടത്തി. അതിലൊരു സംഭവത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഹിജ്റ 555 ഈ സംഭവം നടക്കുന്നത്. ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു അഹമ്മദ് നൂറുദ്ദീൻ. അദ്ദേഹം നല്ലൊരു പ്രവാചക പ്രേമിയായിരുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലുന്ന, നല്ല ഇബാദത്തുകളും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹം ഒരിക്കൽ തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ വന്നത് മറ്റാരുമായിരുന്നില്ല, അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് സ്നേഹിക്കുന്നവർ ആ പ്രവാചക പ്രേമികളുടെ സ്വപ്നത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് കടന്നു വരാറുണ്ട്. അത്തരത്തിലായിരുന്നു അഹമ്മദ് നൂറുദ്ദീൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ സ്വപ്നത്തിലേക്ക് നബിതങ്ങൾ കടന്നു വരുന്നത്. ആ സ്വപ്നത്തിൽ നബിതങ്ങൾ അഹമ്മദ് നൂറുദ്ദീനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അദ്ദേഹം അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ രണ്ട് ആളുകളെ അദ്ദേഹം കാണുകയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒറ്റനോട്ടത്തിൽ ചതിയന്മാരാണെന്ന് തോന്നുന്ന, വഞ്ചകന്മാരാണെന്ന് തോന്നുന്ന കള്ളലക്ഷണമുള്ള, കോങ്കണ്ണുള്ള രണ്ട് വ്യക്തികൾ. ആ രണ്ടു വ്യക്തികളെയും സ്വപ്നത്തിൽ നബിതങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ രണ്ടുപേരിൽ നിന്നും എനിക്ക് എത്രയും വേഗം സംരക്ഷണം നൽകണം. അദ്ദേഹം ഉടൻ തന്നെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. നാളെ തന്നെ എത്രയും വേഗം ഈ സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. രണ്ടാമത് കിടന്നപ്പോഴും അതേ സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം ഞെട്ടിയുണർന്നു. പിന്നീട് വീണ്ടും മൂന്നാമതും നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹം കിടക്കുന്ന സമയത്തും അതേ സ്വപ്നം അദ്ദേഹം മൂന്നാം തവണയും കാണുകയാണ്. ആ സ്വപ്നം 3 വട്ടം തുടർച്ചയായി കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനതിൽ എന്തോ വലിയ ഒരു സംഭവമുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം ആ ഒരു കാര്യം, ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള കാര്യം അദ്ദേഹം തൻ്റെ മന്ത്രിയായ ജമാലുദ്ദീനെ വിളിച്ചറിയിക്കുകയാണ്. രാജാവിൽ നിന്നും സ്വപ്നത്തിൻ്റെ ആ കാര്യങ്ങൾ കേട്ടറിഞ്ഞ മന്ത്രിയായ ജമാലുദ്ദീൻ ഉടൻ തന്നെ രാജാവിനോടായി തിരിച്ചു പറഞ്ഞു, ഇതിലെന്തോ വലിയ പന്തികേടുണ്ട്. എത്രയും വേഗം തന്നെ നമുക്ക് മദീനയിലേക്ക് പുറപ്പെടേണ്ടതുണ്ട്. നബിതങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു തന്ന ആ രണ്ടുപേർ എന്തോ വലിയ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു തന്ന ആ രണ്ടുപേരെയും എത്രയും വേഗം പോയി മദീനയിൽ ചെന്നുകൊണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിയും രാജാവും വലിയ സൈനിക സംഘങ്ങളുമായി മദീനയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ യാത്രയ്ക്കൊടുവിൽ രാജാവും സംഘവും മദീനയിലേക്കെത്തി. മദീനയിലേക്കെത്തിയ രാജാവ് ആദ്യം അള്ളാഹുവിൻ്റെ ഹബീബ് അന്തിയുറങ്ങുന്ന റൗള ഷരീഫിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മുത്തുനബി തങ്ങളോട് സലാം ചൊല്ലിക്കൊണ്ട് നിസ്കാരമൊക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ആ രണ്ടുപേരെ കണ്ടെത്തേണ്ടതുണ്ട്. അതായിരുന്നല്ലോ അവരുടെ പ്രധാന ലക്ഷ്യം. ആ രണ്ടുപേരെയും എങ്ങനെ കണ്ടെത്താമെന്നുള്ള ആലോചനയിലായിരുന്നു രാജാവും മന്ത്രിയും. അപ്പോഴാണ് മന്ത്രിയായ ജമാലുദ്ദീന് ഒരു ബുദ്ധി തോന്നിയത്. ഈ രണ്ടുപേരെ കണ്ടെത്തണമെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവരെയും രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ നിന്നും തിരിച്ചറിയാൻ കഴിയുമല്ലോ അതിനെന്തായിരിക്കും പോംവഴി. അതിനായി അദ്ദേഹം മദീനയിലേക്ക് ഈജിപ്തിലെ രാജാവ് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും, അവിടെയുള്ള മദീന നിവാസികൾക്ക് എല്ലാവർക്കും വലിയ ധനസഹായവും സമ്മാനങ്ങളുമൊക്കെ വിതരണം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിളംബരം അദ്ദേഹം മദീനയിലെങ്ങും അറിയിച്ചു. ഇത് കേട്ടയുടൻ തന്നെ
മദീനയിലുണ്ടായിരുന്ന എല്ലാ ജനങ്ങളും രാജാവിന് മുമ്പിലേക്ക് ഓടിയെത്തി. രാജാവിൻ്റെ കയ്യിൽ നിന്നും ആ സമ്മാനങ്ങളും ധനസഹായങ്ങളും വാങ്ങി അവർ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ആ കൂട്ടത്തിൽ ആ രാജാവ് സ്വപ്നത്തിൽ കണ്ട ആ രണ്ടുപേരെയും മാത്രം കാണാൻ സാധിച്ചില്ല. ആ രണ്ടുപേരെ വീണ്ടും കണ്ടെത്താൻ വേണ്ടി രാജാവ് വീണ്ടും മറ്റൊരു ധനസഹായം കൂടെ വിളംബരം ചെയ്തു. നേരത്തെ സഹായം വന്നു വാങ്ങാത്ത മറ്റുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം വന്ന് വാങ്ങണമെന്നുള്ള രണ്ടാമത്തെ വിളംബരം ചെയ്യുകയാണ്. അപ്പോഴാണ് മദീന നിവാസികൾ ആ രാജാവിനോടായി ഒരു കാര്യം പറയുന്നത്. സ്പെയിനിൽ നിന്നും രണ്ടുപേർ ഇപ്പോൾ മദീനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അധികം അങ്ങനെ പുറത്തിറങ്ങാറൊന്നുമില്ല. എപ്പോഴും മുറിയിൽ തന്നെയാണ്. ഏതു നേരവും നിസ്കാരവും സ്വലാത്തും ഇബാദത്തുകളുമായി കഴിയുന്ന രണ്ടുപേരായിരുന്നു അവർ. അത് കേട്ട് ഉടൻ തന്നെ രാജാവ് ആ രണ്ടുപേരെയും തന്റെ മുന്നിലേക്ക് ഹാജരാക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന പ്രകാരം രണ്ടുപേരും രാജാവിന്റെ മുമ്പിലേക്ക് വരികയാണ്. ആ രണ്ടുപേരെ കണ്ടതും രാജാവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു തന്ന അതേ രണ്ടുപേരായിരുന്നു അവർ. ഈ രണ്ടുപേരും താമസിക്കുന്നത് മദീന പള്ളിയോട് ചേർന്നായിരുന്നു. എന്തിനായിരുന്നു നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നുള്ള രാജാവിന്റെ ചോദ്യത്തിന് ആ രണ്ടുപേരും പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. നബി തങ്ങളോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ മദീന പള്ളിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചത്. രാജാവ് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ചോദ്യം ആവർത്തിക്കുമ്പോഴും അവർ അത് തന്നെയായിരുന്നു മറുപടിയായി പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഈ രണ്ടുപേരും കള്ളമാണ് പറയുന്നത് എന്നുള്ളത് രാജാവിന് നേരത്തെ ബോധ്യമായതാണ്. കാരണം സ്വപ്നത്തിൽ നബി തങ്ങൾ കാണിച്ചു കൊടുത്ത അതേ രണ്ടുപേർ തന്നെയായിരുന്നു ഇവർ. അങ്ങനെ രാജാവ് രണ്ടുപേരെയും കയ്യിൽ വിലങ്ങണിയിച്ച് അവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ അവർ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല. അവർ താമസിച്ച മുറിയിൽ ഖുർആനുകളും കിതാബുകളും മാത്രമാണ് അധികവും കാണാൻ സാധിച്ചത്. അങ്ങനെ രാജാവ് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് തറയിൽ ഒരു മുസല്ല കാണാൻ സാധിച്ചത്. ആ മുസല്ലയിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ് അതിനെ ഒന്ന് ഉയർത്തി നോക്കി. ആ മുസല്ല പൊക്കി നോക്കിയ സമയത്ത് അദ്ദേഹം അതിൻ്റെ അടിയിൽ കണ്ട കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അതിനടിയിൽ കൂടി ഒരു തുരങ്കം പോകുന്നുണ്ട്. ആ തുരങ്കത്തിന്റെ വായ്ഭാഗം മൂടി വെച്ചിരിക്കുകയാണ്. ആ തുരങ്കം ചെന്ന് അവസാനിക്കുന്നതാകട്ടെ നബി തങ്ങളുടെ ഖബറിനടുത്തേക്കാണ്. ആ കാഴ്ച കണ്ട് മന്ത്രിയും മദീന നിവാസികളും എല്ലാവരും രോഷാകുലരായി നിൽക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് രാജാവ് ആ രണ്ട് വ്യക്തികളോട് ചോദിച്ചപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും പറയാതെ മിണ്ടാതെ തലകുനിച്ചു നിന്നു. അവസാനം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആ രണ്ടുപേരെയും ചാട്ടവാറുകൊണ്ട് പൊതിരെ തല്ലാൻ പറഞ്ഞു. അവസാനം വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ഇനി ഉപദ്രവിക്കരുത്. ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. പ്രവാചകർ നബി തങ്ങളുടെ ആ ഒരു തിരുശരീരത്തെ മോഷ്ടിക്കാൻ വേണ്ടി ക്രൈസ്തവ രാജാക്കന്മാർ ഞങ്ങളെ ഇവിടെ മുസ്ലിം വേഷം കെട്ടി വരാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ള ആ ഒരു കാര്യം രാജാവിനോടായി അവർ പറയുകയാണ്. അതിനുശേഷം രാജാവ് ആ രണ്ടുപേർക്കും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രവാചകർ മുത്തുനബി തങ്ങളുടെ ആ ഖബറിന്റെ അടുത്തേക്ക് ആർക്കും വരാതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ റൗള ഷരീഫിന് ചുറ്റും അടിയിൽ വെള്ളം കാണുന്നതുവരെ വലിയ കിടങ്ങുണ്ടാക്കി. പിന്നീട് അതിൽ ഈയം ഉരുക്കി ഒഴിച്ചുകൊണ്ട് അത് മൂടുകയും ചെയ്തു. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.